സംസ്ഥാനത്തെ സർക്കാർ ഡോക്ടർമാർ ഒരാഴ്ചയിലേറെയായി നടത്തിവന്ന സമരം പിൻവലിച്ചു. ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി എസ് ഷീജ ചേരുന്നുണ്ട്. ഷീജ, ഡോക്ടർമാർ ഉന്നയിച്ച എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ? സോമി, ഇന്നിപ്പോൾ സർക്കാർ ഡോക്ടർമാരുടെ സമരം 7ാം ദിനത്തിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് സമരം പിൻവലിക്കാൻ തീരുമാനമുണ്ടായിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം ആരോഗ്യമന്ത്രി VS ശിവകുമാറുമായി ഡോക്ടർമാരുടെ സംഘടന നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. അവരുടെ ആവശ്യങ്ങൾ പ്രധാനമായുള്ള എല്ലാ ആവശ്യങ്ങളും പൂർണ്ണമായും അംഗീകരിച്ചതായാണ് KGMOയെ അറിയിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും നൈറ്റ് ഡ്യൂട്ടി കാര്യത്തിലായിരുന്നു അവർ പ്രധാനമായും ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നത്. 17 മണിക്കൂർ ജോലി സമയം എന്നുള്ളത് പുനഃക്രമീകരിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാന ആവശ്യം. ആ ആവശ്യം സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. 12 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യാൻ ഒരു ഡോക്ടർമാരെയും നിർബന്ധിക്കില്ല എന്നാണ് ഇന്നത്തെ ഈ ചർച്ചയിൽ സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റൊന്ന് PG ഡെപ്യൂട്ടേഷന്റെ കാര്യത്തിലായിരുന്നു. PG ഡെപ്യൂട്ടേഷന്റെ കാര്യത്തിലും 6 മാസത്തിനകം നിലവിലുള്ള ഉത്തരവ് പുനഃപ്രസിദ്ധീകരിക്കും എന്നൊരു ഉറപ്പ് അവർക്ക് നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് മെഡിക്കൽ കോളേജ് അനാവശ്യമായി മെഡിക്കൽ കോളേജുകൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സമ്പ്രദായം സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുന്നു. അതായിരുന്നു മറ്റൊരാവശ്യം. എന്നാൽ മെഡിക്കൽ കോളേജുകൾ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന്റെ കീഴിൽ കൊണ്ടുപോകാതെ മെഡിക്കൽ ആരോഗ്യത്തിന്റെ കീഴിൽ തന്നെ DHSന് കീഴിൽ തന്നെ നിലനിർത്തും എന്നും ഇന്നത്തെ ഈ ചർച്ചയിൽ ആരോഗ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ 7 ദിവസം പിന്നിട്ടിരിക്കുന്ന സമരം പിൻവലിക്കാനായി KGMOയെ തീരുമാനിച്ചിരിക്കുന്നത്. സോമി, സംസ്ഥാനത്തെ സർക്കാർ ഡോക്ടർമാർ നടത്തി വന്നിരുന്ന സമരം പിൻവലിച്ചു. തങ്ങളുടെ ആവശ്യങ്ങളെല്ലാം തന്നെ അംഗീകരിച്ചതായി KGMOയെ ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് സമരം ഒത്തുതീർപ്പായത്. വിവരങ്ങളാണ് ഷീജ നൽകിയത്. തോട്ടം തൊഴിലാളികൾക്ക് 500 രൂപ ദിവസക്കൂലി നൽകിയാൽ തോട്ടം മേഖല നിശ്ചലമാകുമെന്ന് പറഞ്ഞ തൊഴിൽ മന്ത്രി ഷിബു ബേബി ജോൺ ഒടുവിൽ മലക്കം പറഞ്ഞു. കയ്യടിക്ക് വേണ്ടി ദിവസക്കൂലി 500 രൂപയായി വർദ്ധിപ്പിച്ചാൽ തോട്ടം മേഖല നിശ്ചലമാകുമെന്നായിരുന്നു മന്ത്രി പറഞ്ഞത്. അതേസമയം ഷിബു ബേബി ജോണിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. കണ്ണൻ ദേവൻ കമ്പനിക്ക് വേണ്ടി വാദിക്കുന്ന മന്ത്രി ആ കസേരയിലിരിക്കാൻ യോഗ്യനല്ലെന്നും ബിസിനസ്സുകാരുടെ സ്വരമാണ് ഷിബുവിന്റേതെന്നും VS വ്യക്തമാക്കി. ദിവസക്കൂലി 500 രൂപയെന്ന തൊഴിലാളികളുടെ ആവശ്യം അപ്രായോഗികമെന്നായിരുന്നു മന്ത്രി ഷിബു ബേബി ജോൺ ആദ്യം പറഞ്ഞത്. കഴിഞ്ഞ തവണ മിനിമം വേജ് നിശ്ചയിച്ചപ്പോൾ 2012 നിശ്ചയിച്ചപ്പോൾ അന്ന് 105 രൂപ തേയിലേക്കുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഏകദേശം 80-81 രൂപയായി കുറയുകയാണ് ചെയ്തത്. അന്നേരം എത്രത്തോളം വർധനവ് സാധ്യമാകും? ഇത് കയ്യടിക്ക് വേണ്ടി 500 എന്ന ആളെ പ്രഖ്യാപിച്ചാൽ ഈ മേഖല മൊത്തം നിശ്ചലമായി കഴിഞ്ഞാൽ പിന്നെ അന്നേരമാണ് ഈ തൊഴിലാളിക്കാണ് നഷ്ടം. മുതലാളിമാരും ബാക്കിയുള്ളവർ അവരെങ്ങനെയൊക്കെ ജീവിച്ചോളും. തോട്ടം തൊഴിലാളികൾക്ക് 500 രൂപയാക്കിയാൽ തോട്ടമേഖല നിശ്ചലമാകുമെന്ന തന്റെ പ്രസ്താവനയിൽ അപകടം മണത്ത മന്ത്രി മണിക്കൂറുകൾക്കകം നിലപാട് തിരുത്തി. തോട്ടം മേഖല മൊത്തം പ്രതിസന്ധിയിലാണെന്ന് പറഞ്ഞ് കൂലിവർദ്ധനയ്ക്കെതിരെ നിലപാടെടുത്ത മന്ത്രി പെട്ടെന്ന് മലക്കമറിയുകയായിരുന്നു. തൊഴിലാളികൾക്ക് പരമാവധി വേതനം നൽകണമെന്ന് തന്നെയാണ് ആഗ്രഹമെന്നും 500 രൂപ നൽകാനാകില്ലെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു. തൊഴിലാളികൾ എതിർപ്പ് പ്രകടിപ്പിച്ചപ്പോൾ തൊഴിൽ മന്ത്രി സ്ഥാനത്ത് തുടരുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന് പറഞ്ഞ മന്ത്രി വിവാദ പ്രസ്താവനയിൽ തൊഴിലാളികളുടെ എതിർപ്പും സൗകര്യപൂർവ്വം മറന്നു. ഞാൻ ഒരു ഘട്ടത്തിലും ഇന്നത് കൊടുക്കാമെന്നോ ഇന്നത് കൊടുക്കത്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഇന്ന് രാവിലെ 500 രൂപ കൊടുക്കത്തില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ എത്രയാണ് സാധ്യമാകുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ അത് മനസ്സിലാക്കി എല്ലാവരും കൂടെ ചർച്ച ചെയ്തുള്ള പരിഹാരമാണ് ഉണ്ടാകുന്നത്. ഞാൻ ഒരു ഘട്ടത്തിലും ഇന്നത് കൊടുക്കത്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കൂലി പുതുക്കുന്നത് സംബന്ധിച്ച ചർച്ച ചെയ്യാൻ ഈ മാസം 26-ന് ചേരുന്ന യോഗത്തിലേക്ക് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ച് VS അച്യുതാനന്ദനെതിരായ ആദ്യ പ്രസ്താവനയിൽ നിന്നും ഷിബു ബേബി ജോൺ തടിതപ്പാൻ ശ്രമിച്ചു. എന്നാൽ കണ്ണൻ ദേവൻ കമ്പനിക്ക് വേണ്ടി വാദിക്കുന്ന മന്ത്രി ഷിബു ബേബി ജോൺ മന്ത്രി കസേരയിലിരിക്കാൻ യോഗ്യനല്ലെന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞു. ബിസിനസ്സുകാരുടെ സ്വരമാണ് ഷിബുവിനെന്നും ദിവസക്കൂലി 500 രൂപയാക്കിയാൽ തോട്ടമേഖല നിശ്ചലമാകില്ലെന്നും VS വ്യക്തമാക്കി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്. ദിവസക്കൂലി 500 രൂപയാക്കാനാകില്ലെന്ന മന്ത്രി ഷിബു ബേബി ജോണിന്റെ നിലപാടിനെതിരെ തോട്ടം തൊഴിലാളികൾ. 26-ന് ചേരുന്ന യോഗത്തിൽ അനുകൂല നിലപാട് ഉണ്ടായില്ലെങ്കിൽ മൂന്നാർ വീണ്ടും സമരഭൂമിയാകുമെന്നാണ് തൊഴിലാളികളുടെ മുന്നറിയിപ്പ്. ഇതിനിടെ ഹാരിസൺ കമ്പനിയിലെ തൊഴിലാളികൾ നടത്തുന്ന സമരം പുരോഗമിക്കുന്നു. CITU അടക്കമുള്ള തൊഴിലാളി സംഘടനകളുടെ പിന്തുണയോടെയാണ് സമരം. കൊച്ചിയിൽ നടന്ന ചർച്ചയിൽ ദിനവേതനം 500 രൂപയാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ തൊഴിൽ മന്ത്രി ഷിബു ബേബി ജോണിന്റെ മലക്കം മറിച്ചിലിന് എതിരെയാണ് തോട്ടം തൊഴിലാളികളുടെ പ്രതിഷേധം. 26-ന് ചേരുന്ന PLC യോഗത്തിൽ തങ്ങൾക്ക് അനുകൂലമായ തീരുമാനമുണ്ടായില്ലെങ്കിൽ വീണ്ടും സമരത്തിനിറങ്ങുമെന്നാണ് അവർ മുന്നറിയിപ്പ് നൽകുന്നത്. മന്ത്രിയുടെ നിലപാട് ഖേദകരമാണെന്നും ഹാരിസൺസ് കമ്പനിയിലെ തൊഴിലാളികൾ നടത്തുന്ന സമരത്തിന് പൂർണ്ണ പിന്തുണ നൽകുമെന്നും CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ MLAയും S രാജേന്ദ്രൻ MLAയും വ്യക്തമാക്കി.
സ്ത്രീ തൊഴിലാളികളുടെ ജീവിത നിലവാരവും തൊഴിൽ പ്രയാസവും കണക്കിലെടുത്ത് 500 രൂപ തന്നെ കിട്ടുവാനുള്ള നടപടി കേരള സർക്കാരും തൊഴിൽ മന്ത്രിയും മുഖ്യമന്ത്രിയും ഇടപെട്ട് അതിന് നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് അഭ്യർത്ഥന. ബോണസും കൂലിയും വർദ്ധിപ്പിക്കുക, ചികിത്സാ സൗകര്യം ഉറപ്പാക്കുക, ലയങ്ങൾ വാസയോഗ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അപ്പർ സൂര്യനെല്ലിയിലെയും പന്നിയാർ ഡിവിഷനിലെയും തൊഴിലാളികൾ സമരം നടത്തുന്നത്. മൂന്നാറിലെ സമരം ലക്ഷ്യം കണ്ടതിന്റെ ആവേശത്തിൽ വിവിധ തോട്ടങ്ങളിലെ തൊഴിലാളികൾ സമരത്തിലേക്ക് നീങ്ങുകയാണ്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വർഗീയതയ്ക്കെതിരെ പോരാടാൻ ഗുരുഭക്തർ CPM-നൊപ്പം നിൽക്കണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. സാമുദായിക പ്രമാണിമാർക്ക് ഗുരുദേവന്റെ ആത്മീയ പ്രഭ മാത്രം മതിയെന്നും ആദർശങ്ങൾ വേണ്ടെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. മലപ്പുറത്ത് വർഗീയ വിരുദ്ധ സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിൽ ശ്രീനാരായണീയ ഭക്തന്മാർ മതേതരത്വത്തിന് വേണ്ടി നടത്തുന്ന പോരാട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനത്തോടൊപ്പം സഹകരിക്കുകയാണ് വേണ്ടത്. നിഷേധാത്മകമായ നിലപാടുകൾ സ്വീകരിച്ച് സംഘപരിവാറിന്റെ ഭാഗത്തു കൂടിയാണ് ശ്രീനാരായണ ഗുരുവിന്റെ തത്വങ്ങൾ അതിനെ നിന്ദിക്കലായിട്ടത് മാറും. ഇന്ന് ശ്രീനാരായണ ധർമ്മത്തിനെതിരായിട്ടാണ് സംഘപരിവാർ പ്രവർത്തിക്കുന്നത്. ചാതുർവർണ്ണയത്തിൽ അധിഷ്ഠിതമായിട്ടാണ് സംഘപരിവാർ RSS പ്രവർത്തിക്കുന്നത്. ചാതുർവർണ്ണയത്തെ ശക്തമായ എതിർക്കുകയാണ് ശ്രീനാരായണ ഗുരു ചെയ്തത്. മനുസ്മൃതിയാണ് RSSന്റെ തത്വശാസ്ത്രം. മനുസ്മൃതിയെ തള്ളിപ്പറയാൻ നരേന്ദ്രമോദി ഇതുവരെ തയ്യാറായിട്ടുണ്ടോ? ഏതെങ്കിലും RSSകാരൻ മനുസ്മൃതിയെ തള്ളിപ്പറയുമോ? RSS SNDP ബന്ധത്തിനെതിരെ കോൺഗ്രസും രംഗത്ത്. RSS അജണ്ടയുടെ കാവലാളായി SNDP യോഗം മാറിയിരിക്കുകയാണെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞു. അതേസമയം സുധീരന്റെ പ്രസ്താവന SNDP വോട്ടുകൾ BJPക്ക് ലഭിക്കുമെന്ന ഭീതി മൂലമാണെന്നാണ് BJPയുടെ പ്രതികരണം. VM സുധീരനെ തള്ളി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രംഗത്തെത്തി. SNDPക്ക് RSSുമായി ബന്ധം സ്ഥാപിക്കാനാകുമെന്ന് കരുതുന്നില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാർ അനാസ്ഥ മൂലം വള്ളുവനാട്, തൃശൂർ, കോഴിക്കോട് എന്നീ 3 വികസന അതോറിറ്റികളുടെ പ്രവർത്തനം നിലച്ചു. നിയമസഭാ സമ്മേളന കാലയളവിൽ ബില്ല് കൊണ്ടുവരാതെ ഓർഡിനൻസ് ഇറക്കാനുള്ള നീക്കം ഗവർണർ തടഞ്ഞതാണ് അതോറിറ്റികളുടെ പ്രവർത്തനം ഇല്ലാതാകാൻ കാരണമായത്. അതോറിറ്റികൾ ഇല്ലാതായെങ്കിലും ചെയർമാൻമാർ കാറും ഓഫീസും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നത് മൂലം ഖജനാവിന് നഷ്ടമാകുന്നത് ലക്ഷങ്ങളാണ്. നിയമസഭയിൽ ബില്ല് അവതരിപ്പിക്കാതെ സർക്കാർ ഓർഡിനൻസ് വഴി വികസന അതോറിറ്റികളുടെ പ്രവർത്തനം നീട്ടുകയായിരുന്നു. തുടർച്ചയായി ഓർഡിനൻസ് കൊണ്ടുവരാനുള്ള സർക്കാർ തീരുമാനത്തിൽ ഗവർണർ അതൃപ്തി അറിയിക്കുകയും ഓർഡിനൻസ് തിരിച്ചയക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് വികസന അതോറിറ്റികളുടെ അംഗീകാരം ഫലത്തിൽ ഇല്ലാതായി. നിയമപരമായി ജൂലൈ 27 മുതലാണ് 3 വികസന അതോറിറ്റികളുടെയും അംഗീകാരം ഇല്ലാതായത്. അംഗീകാരം ഇല്ലാതായെങ്കിലും അനധികൃതമായി അതോറിറ്റികളുടെ പ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. വള്ളുവനാട് വികസന അതോറിറ്റി ചെയർമാൻ നാലകത്ത് സൂപ്പി, തൃശൂർ വികസന അതോറിറ്റി ചെയർമാൻ രാധാകൃഷ്ണൻ, കോഴിക്കോട് വികസന അതോറിറ്റി ചെയർമാൻ NC അബൂബക്കർ എന്നിവരാണ് ഇപ്പോഴും അനധികൃതമായി ഔദ്യോഗിക വാഹനങ്ങളും ഓഫീസും സ്റ്റാഫും മറ്റും ഉപയോഗിക്കുന്നത്. ഇതിലൂടെ സർക്കാരിന് നഷ്ടമാകുന്നത് ലക്ഷങ്ങളാണ്. ലീഗ് നിയന്ത്രണത്തിലുള്ള വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയും ശീതസമരവുമാണ് ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിന് തടസ്സമായത്. നഗരങ്ങളിലും സമീപ പഞ്ചായത്തുകളിലും സമഗ്ര വികസനം ലക്ഷ്യമിട്ടാണ് അതോറിറ്റികൾക്ക് രൂപം നൽകിയതെങ്കിലും ഫലത്തിൽ ലക്ഷങ്ങളുടെ നഷ്ടവും ധൂർത്തുമാണ് ഉണ്ടാകുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. എറണാകുളത്ത് വടാട്ടുപാറയിൽ കിണറ്റിൽ വീണ കാട്ടാനയെ രക്ഷപ്പെടുത്തി കാട്ടിലേക്ക് അയച്ചു. ഏറെ നേരത്തെ ശ്രമഫലമായാണ് ആനയെ രക്ഷപ്പെടുത്തിയത്. വനപാലകർക്കൊപ്പം നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേർന്നു. പുലർച്ചെയോടെയാണ് കോതമംഗലം വടാട്ടുപാറയിൽ വേലായുധന്റെ പുരയിടത്തോട് ചേർന്നുള്ള കിണറ്റിൽ ആന വീണത്. രാവിലെ വേലായുധന്റെ മകനാണ് കിണറ്റിൽ വീണ ആനയെ കണ്ടതും. തുടർന്ന് വനംവകുപ്പിനെ വിവരമറിയിക്കുകയായിരുന്നു. വനംവകുപ്പ് അധികൃതരുടെ 5 മണിക്കൂർ നീണ്ട പരിശ്രമത്തിന് ശേഷമാണ് ആനയെ പുറത്തെത്തിക്കാനായത്. ആദ്യം വടമിട്ട് നൽകിയെങ്കിലും ആനയ്ക്ക് പുറത്തു വരാൻ സാധിച്ചില്ല. തുടർന്ന് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ചാലുകീറിയാണ് ആനയെ രക്ഷപ്പെടുത്തിയത്. തുമ്പിക്കൈക്കും നെറ്റിയിലും പരിക്കേറ്റ ആന കാട്ടിലേക്ക് ഓടിപ്പോയി. ഇടമലയാർ കാടിനോട് ചേർന്നുള്ള പ്രദേശമായ ഇവിടെ കഴിഞ്ഞ ദിവസം രാത്രിയിലൊക്കെ ആനകളുടെ ബഹളം കേട്ടിരുന്നെന്നും വൈദ്യുതി വേലിയില്ലാത്തതിനാലാണ് ഇന്ന് ആന കിണറ്റിൽ വീഴാൻ ഇടയായതെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. കുറച്ചു നാളുകൾക്ക് മുമ്പ് ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ കാട്ടാന ഒരു യുവാവിനെ ചവിട്ടിക്കൊന്നിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.